ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് 4th സ്റ്റാൻഡേർഡിൻ്റെ മൈറ്റി മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ഇതിൻ്റെ പാർട്ട് 1 നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. സോ അത് കാണാത്തവരെല്ലാം കാണുക. സോ നമുക്ക് അതിൻ്റെ ബാലൻസ് പോർഷൻ നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ നമുക്ക് ടോട്ടൽ എത്ര ടോക്കൺസ് ഉണ്ടായിരുന്നു, 12 ടോക്കൺസ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ അതിനെ 10ഉം 2ഉമായിട്ട്, അതായത് കോളത്തിൽ 10 എണ്ണവും 2 എണ്ണം വീതവുമായിട്ട് നമ്മൾ വേർതിരിച്ച് ചിത്രത്തിൽ കാണുന്നത് പോലെ മാറ്റി എഴുതി. ഇവിടെ പറഞ്ഞത് എന്താണ്, 10 + 2 എന്ന് പറയുന്നതും 12 എന്ന് പറയുന്നതും ഒന്ന് തന്നെയല്ലേ, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇതുപോലെ എഴുതി 10 എന്നും 2 എന്നും വേറിട്ട് എഴുതി. എന്നിട്ട് സൈഡിൽ 8 എന്ന് എഴുതി. 8 റോകളാണുള്ളത്, അതുകൊണ്ടാണ് 8 എന്ന് എഴുതി. ഇനി 10 ഗുണിക്കണം 8 നമുക്ക് 80 കിട്ടി. 2 ഗുണിക്കണം 8 16 എന്ന് കിട്ടി. ഇനി നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ട് 80 കൂട്ടണം 16 96 എന്ന് കിട്ടും. അവിടെ ബോക്സിൽ 96 ടോക്കൺസ് ആയിരുന്നു ഉള്ളത്. ഇവിടെ ഈ ബോക്സിൽ പറയുന്നത് 12 ഗുണിക്കണം 8 എന്ന് പറയുന്നതും 10 ഗുണിക്കണം 8 + 2 ഗുണിക്കണം 8 എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണെന്നാണ്. ഇനി താഴത്തെ ബോക്സിൽ നോക്കിക്കേ, നമുക്ക് ഈ ഒരു രീതിയിൽ താഴത്തെ പ്രോബ്ലവും ചെയ്യാം. ഇവിടെ നമ്മൾ 12 ഗുണിക്കണം 8 എന്നുള്ളതാണ് ഈ ഒരു മോഡൽ എഴുതിയിരുന്നത്. എന്നാൽ താഴെ നമ്മളടുത്ത് ചോദിച്ചത് 13 ഗുണിക്കണം 5നെ വേറൊരു രീതിയിൽ എഴുതാനാണ്. നമുക്ക് എന്ത് ചെയ്യാം, 10 എന്നും 3 എന്നും വേറിട്ട് എഴുതാം. അതായത് 10 കൂട്ടണം 3 എന്ന് പറഞ്ഞാൽ 13 തന്നെയാണല്ലോ. സോ അങ്ങനെ എഴുതി. ഇനി 5 റോസ് ആണുള്ളത്, അത് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ 5 എന്നും എഴുതി. ഇനി 10 ഗുണിക്കണം 5 അതെത്രയാണ്, 10 ഗുണിക്കണം 5 50 അല്ലേ. സോ അവിടെ 50 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് എന്താണ്, 3 ഗുണിക്കണം 5 അതെത്രയാണ്, 15. സോ നമുക്ക് അവിടെ 50 എന്നും കിട്ടി, 15 എന്നും കിട്ടി. ഇനി നമുക്ക് കിട്ടിയ ഉത്തരം നേരെ താഴേക്ക് എഴുതുക. അതായത് 50 കൂട്ടണം 15 നമുക്ക് ടോട്ടൽ കാണാൻ വേണ്ടിയിട്ടാണ്. എത്ര കിട്ടും ഉത്തരം, 65 എന്ന് കിട്ടും. സോ 65 എന്നും അവിടെ എഴുതുക. ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയേ, 13 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാലും നമുക്ക് എത്ര തന്നെയാണ് കിട്ടുക, 65 തന്നെയാണ് കിട്ടുക. നമുക്ക് ഇതേപോലെ അടുത്ത പ്രോബ്ലം ചെയ്യാം. ഇവിടെ 23 ഗുണിക്കണം 5നെയാണ് നമുക്ക് മാറ്റി എഴുതാൻ തന്നത്. 23നെ നമുക്ക് 20 3 എന്ന് വേറിട്ട് എഴുതാം. 20 കൂട്ടണം 3 23 ആണല്ലോ. സോ ഇനി ലെഫ്റ്റ് സൈഡിൽ 5 എന്ന് എഴുതാം. 5ഉമായിട്ടാണ് നമുക്ക് ഗുണിക്കേണ്ടത്. സോ ആദ്യം നിങ്ങൾ നോക്കിക്കേ, 20 ഗുണിക്കണം 5 എത്രയാണ് മക്കളെ, 100 എന്ന് കിട്ടും. ഇനി അടുത്ത നോക്കിക്കേ, 3 ഗുണിക്കണം 5, ഇനി 3നെ 5നോട് ഗുണിക്കുക, എന്നപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇനി താഴെ നമുക്ക് കിട്ടിയ ഈ 2 ഉത്തരം കൂടി നമുക്ക് കൂട്ടുക. അതായത് 100 കൂട്ടണം 15 എത്ര കിട്ടും, 115 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 115 ആണ്. അതായത് 23 ഗുണിക്കണം 5 എന്ന് പറഞ്ഞാലും നമുക്ക് 115 തന്നെയാണ് കിട്ടുക. ഇനി നമ്മളടുത്ത് ചോദിച്ചത് ഇതേ രീതിയിൽ 16 ഗുണിക്കണം 6 എന്നും 24 ഗുണിക്കണം 3 എന്നും എഴുതാനാണ്. സോ നമുക്കൊന്ന് എഴുതി നോക്കാം. ഇവിടെ ഒന്നാമത്തെ പ്രോബ്ലം നോക്കാം. ഇവിടെ നമ്മളെടുത്ത് 14 ഗുണിക്കണം 6നെയാണ് വേറിട്ട് എഴുതാൻ പറഞ്ഞത്. നമുക്ക് ആദ്യം 14നെയാണ് മുകളിലത്തെ ഭാഗത്ത് എഴുതേണ്ടത്. 14നെ നമുക്ക് എങ്ങനെ എഴുതാം, 10 കൂട്ടണം 4 എന്ന് എഴുതിക്കൂടെ. 10 കൂട്ടണം 4 14 അല്ലേ. സോ ഞാൻ അവിടെ 10 എന്നും 4 എന്നും വേർതിരിച്ച് 2 കോളത്തിൻ്റെ മുകളിലായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് സംഖ്യയുമായാണ് ഗുണിക്കുന്നത്, 6ഉമായിട്ടാണ്. അവിടെ ഇടത്തെ സൈഡിൽ 6 എന്നും എഴുതി കൊടുക്കുക. ഇനി നമുക്ക് ഒന്നാമത്തെ കോളത്തിൽ 10 ഗുണിക്കണം 6 എന്ന് എഴുതാം. 10 × 6 എത്രയാണ്, 60 ആണല്ലേ. സോ അവിടെ അങ്ങനെ എഴുതാം. ഇനി രണ്ടാമത്തെ കോളത്തിൽ, അതായത് 4ൻ്റെ നേരെ താഴെയുള്ള കോളത്തിൽ 4 ഗുണിക്കണം 6 എന്ന് എഴുതുക. അത് 24 എന്ന് കിട്ടും. ഇനി താഴത്തെ കോളത്തിൽ നമുക്ക് കിട്ടിയ ഈ 2 ഉത്തരങ്ങളുണ്ടല്ലോ, അതായത് 60ഉം 24ഉം കൂട്ടിയിട്ട് എഴുതാം. അപ്പോൾ നമുക്ക് ഉത്തരം 84 എന്ന് കിട്ടും. അതാണ് ഇതിൻ്റെ ടോട്ടൽ. അതായത് 14 ഗുണിക്കണം 6 എന്ന് പറഞ്ഞാലും 84 ആണ്. 60 കൂട്ടണം 24 എന്ന് പറഞ്ഞാലും 84 തന്നെയാണ് ഉത്തരം. ഇനി അടുത്ത ചോദ്യം 24 ഗുണിക്കണം 3നെ വേറിട്ട് എഴുതാനാണ്. നമുക്ക് 24നെയാണ് ആദ്യം മാറ്റി എഴുതേണ്ടത്. 24നെ
20 എന്നും 4 എന്നും എഴുതാമല്ലോ. 20 കൂട്ടണം 4 24 സോ അത് നമ്മൾ മുകളിൽ എഴുതി കൊടുത്തു. ഇനി നമുക്ക് 3-നെ നമ്മൾ 24-നെ ഗുണിക്കേണ്ടത്. അതുകൊണ്ട് 3-നെ നമ്മൾ ഇടത്തെ സൈഡിൽ എഴുതി. ഇനി 20-ന്റെ നേരെ താഴെ 20 ഗുണിക്കണം 3 എന്ന് എഴുതുക. എത്രയാണ് ഉത്തരം? 60 എന്ന് കിട്ടും. ഇനി 4-ന്റെ നേരെ താഴത്തുള്ള കോളത്തിൽ 4 ഗുണിക്കണം 3 എന്ന് എഴുതുക. അപ്പോൾ നമുക്ക് 12 എന്ന് കിട്ടും. ഇനി നേരെ താഴത്ത് ഇവർ തമ്മിൽ കൂട്ടി കിട്ടുന്ന സംഖ്യ, അതായത് 60 കൂട്ടണം 12 നമുക്ക് 72 എന്ന് കിട്ടും. 24 ഗുണിക്കണം 3 എന്ന് പറഞ്ഞാലും 60 കൂട്ടണം 12 എന്ന് പറഞ്ഞാലും ഉത്തരം 72 തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ എഴുതേണ്ടത് മനസ്സിലായല്ലോ. അടുത്ത ക്വസ്റ്റ്യൻസ് ഈ ടേബിൾ നമ്മളെടുത്ത് ഫില്ല് ചെയ്യാനാണ്. നമ്മൾ നേരത്തെ ചെയ്ത മാതിരി സെയിം പ്രോബ്ലം തന്നെയാണ് ഇതും. സോ നമുക്ക് ചെയ്ത് നോക്കാം. ആദ്യത്തേത് ഇവിടെ തന്നിട്ടുണ്ട്. 18 ഗുണിക്കണം 5-നെ വേറിട്ട് എഴുതാനാണ് പറഞ്ഞത്. 18-നെ എങ്ങനെ എഴുതാം? 10 എന്നും 8 എന്നും എഴുതാം. 10 കൂട്ടണം 8 18 ആണല്ലോ. സോ ആദ്യം 10 ഗുണിക്കണം 5 5-മായിട്ടാണ് നമ്മളിവിടെ ഗുണിക്കുന്നത്. 10 ഗുണിക്കണം 5 കൂട്ടണം 8 ഗുണിക്കണം 5 നീതി. 10 ഗുണിക്കണം 5 എത്രയാണ്? 50 എന്ന് കിട്ടി. 8 ഗുണിക്കണം 5 40 എന്നും കിട്ടി. എന്നിട്ട് ഇത് രണ്ടും കൂടി കൂട്ടിയപ്പോൾ നമുക്ക് 90 എന്ന് കിട്ടി. ഇനി രണ്ടാമത്തത് 16 ഗുണിക്കണം 5 എന്നാണ് ഇവിടെ തന്നത്. ആദ്യത്തേത് ഡേഷാണ്. 16-നെ നമുക്ക് എങ്ങനെയാക്കി എഴുതാം? 10 എന്നും 6 എന്നും എഴുതിക്കൂടെ? 10 കൂട്ടണം 6 അല്ലേ 16. സോ ഇവിടെ ഇനി ആദ്യത്തെ ഡേഷുള്ളിടത്ത് നമ്മൾ 10 എഴുതി കൊടുക്കുക. 10 ഗുണിക്കണം 5 പിന്നെ അവിടെ 6 എഴുതി കൊടുക്കുക. 6 ഗുണിക്കണം 5 നമുക്ക് ഉത്തരം 50 കൂട്ടണം 30 എന്ന് കിട്ടും. 10 5 50 6 × 5 30. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 80 എന്ന് കിട്ടും. അടുത്തത് 13 ഗുണിക്കണം ഡേഷാണ് ഇവിടെ തന്നത്. അതിന് രണ്ടാമത്തതിൽ നോക്ക് ഏതുമായിട്ടാണ് നമ്മൾ ഗുണിക്കുന്നത്? 3-മായിട്ടല്ലേ ഗുണിക്കുന്നത്. സോ നമ്മൾ ഇവിടേക്ക് 3 എന്ന് എഴുതി കൊടുക്കുക. അതുകൊണ്ട് 10 ഗുണിക്കണം 3 എന്നായി. ഇനി എന്താണ്? 3 ഗുണിക്കണം 3 ആണ്. 13-നെ നമുക്ക് 10 എന്നും 3 എന്നുമായിട്ട് വേറിട്ട് എഴുതാം. സോ അവിടെ നിങ്ങൾ 3 ഗുണിക്കണം 3 എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ എത്ര കിട്ടി ഉത്തരം? 30 കൂട്ടണം 9 എന്ന് കിട്ടി. 39. ഇനി അടുത്തതിൽ അവിടെ ഡേഷാണ് തന്നത്. ഡേഷ് ഗുണിക്കണം 4 = 10 ഗുണിക്കണം 4 + 3 ഗുണിക്കണം 4 എന്നാണ്. ഇവിടെ നമ്മുടെ നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ വേറിട്ട് എഴുതിയിട്ടുണ്ടല്ലോ. ഏതാണ്? 10ഉം 3-മായിട്ടാണ് വേറിട്ട് എഴുതിയത്. 10 കൂട്ടണം 3 എത്രയാണ്? 13 അല്ലേ. സോ നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 13 ആണ്. ആദ്യം അവിടെ 13 എന്ന് എഴുതി കൊടുക്കുക. 13 ഗുണിക്കണം 4 എന്ന് 10 ഗുണിക്കണം 4 എന്നും 3 ഗുണിക്കണം 4 എന്നുമായിട്ട് എഴുതി. എന്നിട്ട് എത്ര കിട്ടി ഉത്തരം? 10 ഗുണിക്കണം 4 40. 3 ഗുണിക്കണം 4 12. രണ്ടും കൂടി കൂട്ടുമ്പോൾ 52 എന്ന് കിട്ടും. ഇനി അവസാനത്തേത് അവിടെ ഡേഷാണ് തന്നിട്ടുള്ളത് രണ്ട് സ്ഥലത്തും. ആദ്യം നോക്കിക്ക് ഏതാണ് നമ്മുടെ നമ്പർ വേറിട്ടിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. 10 ഗുണിക്കണം a എന്നും 3 ഗുണിക്കണം a എന്നാണ് തന്നത്. ആദ്യത്തെ രണ്ട് നമ്പറോടും കൂട്ടുക. അതായത് 10 എന്നും 3 എന്നും. 10 കൂട്ടണം 3 എത്രയാണ്? 13. സോ അവിടെ ഒന്നാമത്തെ ഡേഷിൽ 13 എന്ന് എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തേത് ഏത് നമ്പറുമായിട്ടാണ് ഗുണിക്കുന്നത്? ഇവിടെ ഏത് നമ്പറുമായിട്ടാണ് ഗുണിക്കുന്നത്? എയുമായിട്ടല്ലേ. സോ അവിടെ നിങ്ങൾ a എന്നും എഴുതി കൊടുക്കുക. ഇനി 10 ഗുണിക്കണം a + 3 ഗുണിക്കണം a. 10 ഗുണിക്കണം a എത്രയാണ്? 70. 3 ഗുണിക്കണം a 21. രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 91 എന്ന് ഉത്തരം കിട്ടും. സോ ഈ ടേബിൾ ഫില്ലാക്കുന്നത് മനസ്സിലായല്ലോ. അടുത്ത ഹെഡിങ് മൾട്ടിപ്ലിക്കേഷൻ ഈസ് സോ ഈസി. ഗുണനം എന്ന് പറയുന്നത് വളരെ എളുപ്പമാണല്ലേ. ക്യാൻ യു കാൽക്കുലേറ്റ് 15 ഗുണിക്കണം 30? നിങ്ങൾക്ക് 15 × 30 ചെയ്യാമോ എന്നാണ് ചോദിച്ചത്. ആദ്യം നമുക്ക് 15 ഗുണിക്കണം 30-നെ വേറിട്ട് എഴുതാം. അതായത് 15-നെ നമുക്ക് എങ്ങനെ എഴുതാം? 10 + 5 എഴുതിക്കൂടെ? 15 അല്ലേ എന്നപ്പം. സോ നമ്മൾ ആദ്യം 10 ഗുണിക്കണം 30 കൂട്ടണം 5 ഗുണിക്കണം 30 എന്ന് എഴുതുക. 10 ഗുണിക്കണം 30 എത്രയാണ്?
300 സോ അവിടെ ആദ്യം 300 എഴുതി കൊടുക്കുക. പിന്നെ 5 ഗുണിക്കണം 30 എത്രയാണ്? 150 ആണ്. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 450 എന്ന് കിട്ടും. ഇനി നമ്മളെടുത്ത് അടുത്തതായിട്ട് 15 ഗുണിക്കണം 3 ചോദിച്ചിട്ടുണ്ട്. എത്രയാണ് നോക്കിക്കേ. 5 ഗുണിക്കണം 3 എന്ന് എഴുതി. ആദ്യം നമ്മൾ എന്ത് ചെയ്യും? 3 ഗുണിക്കണം 5 നമുക്ക് 15 എന്ന് കിട്ടും അല്ലേ. ഇനി അല്ല 5 ഇവിടെ എഴുതി, ബാക്കി ശിഷ്ടായിട്ട് 1 എഴുതുക. പിന്നെ നമ്മൾ 1 ഗുണിക്കണം 3 പിന്നെ ആ ഒന്നും കൂടി കൂട്ടം 4 എന്ന് കിട്ടും. നമ്മുടെ ഉത്തരം 45 എന്നാണ്. സോ അവിടെ നിങ്ങൾ ബോക്സിൽ 45 എന്ന് എഴുതുക. അടുത്തത് 15 ഗുണിക്കണം 30 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇനി ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ഉത്തരം എഴുതാം. ആദ്യം നിങ്ങൾ 0 കൂട്ടാതെ 15 ഗുണിക്കണം 3 നോക്കിക്കേ. അതല്ലേ നമ്മൾ മുകളിൽ കണ്ടുപിടിച്ചത്. സോ 15 ഗുണിക്കണം 3 എന്നുള്ളത് 45 എന്ന് ആദ്യം എഴുതി കൊടുക്കുക. നമ്മുടെ ചോദ്യത്തിൽ ഒരു 0 അല്ലേ ഉള്ളത്, 30ൻ്റെ ഒരു 0 ആണുള്ളത്. അത് നമ്മൾ അവിടെ 45 കഴിഞ്ഞിട്ട് അവിടെ ഒരു 0 ഇട്ട് കൊടുക്കുക. അത് നമുക്ക് ഉത്തരം 450 എന്ന് കിട്ടും. 15 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ 450 ആണ്. ഓക്കെ. ഇനി ഇവിടെ നമ്മളെടുത്ത് 40 ഗുണിക്കണം 30 എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് കണ്ടുപിടിക്കാനും സുഖമാണ്. ആദ്യം നിങ്ങൾ 0 കൂട്ടാണ്ട് നോക്കുക. അതായത് 4 ഗുണിക്കണം 3 എന്ന് ചെയ്ത് നോക്കുക. 4 ഗുണിക്കണം 3 എത്ര കിട്ടും? 12 എന്ന് കിട്ടും. സോ ആദ്യം നിങ്ങൾ അവിടെ 12 എന്ന് എഴുതി കൊടുക്കുക. നമ്മുടെ ചോദ്യത്തിൽ എത്ര 0 ആണുള്ളത്? 40ൻ്റെ ഒരു 0 ഉണ്ട്, 30ൻ്റെ ഇവിടെ ഒരു 0 ഉണ്ട്. ആ 2 0 അവിടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഉത്തരം കിട്ടിയില്ലേ? എത്രയാ? 1200. 40 ഗുണിക്കണം 30 എന്ന് പറഞ്ഞാൽ ഉത്തരം 1200 ആണ്. താഴത്തെ ചെയ്തിക്കേ 4 ഗുണിക്കണം 3 എത്രയാണ്? 12 ആണല്ലേ. അവിടെ 12 എന്ന് എഴുതി കൊടുക്കുക. എന്നിട്ട് 10 ഗുണിക്കണം 10 ഗുണിക്കണം 10 ചെയ്യാൻ ആദ്യം 0 കൂട്ടാതെ ചെയ്യുക. അതായത് 1 ഗുണിക്കണം 1 എത്ര കിട്ടും? ഉത്തരം 1 എന്ന് കിട്ടും അല്ലേ. 1 ഗുണിക്കണം 1 തന്നെയാണ്. സോ നിങ്ങൾ അവിടെ 1 എന്ന് എഴുതി കൊടുക്കുക. ഇനി നമ്മുടെ ചോദ്യത്തിൽ എത്ര 0 ഉണ്ട്? 2 0 ആണല്ലേ ഉള്ളത്. ആ 2 0ത്തെയും നിങ്ങൾ ഉത്തരത്തിൻ്റെ സ്ഥലത്തേക്ക് എഴുതുക. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് ഇവിടെ 100 എന്ന് കിട്ടും. 10 ഗുണിക്കണം 10 എത്രയാണ്? നമ്മൾ ഭയങ്കര എളുപ്പത്തിൽ നമ്മൾ കണ്ടുപിടിച്ചു, 100 ആണെന്നല്ലേ. ഇതേപോലെ 40 ഗുണിക്കണം 30 എന്ന് ചെയ്യാം. എന്താ ആദ്യം മക്കളെ ചെയ്യേണ്ടത്? ആദ്യം 4 ഗുണിക്കണം 3 എത്രയാണ്? 4 ഗുണിക്കണം 3 12 എന്ന് അവിടെ എഴുതി കൊടുക്കുക. ഇനി നമ്മളെ ചോദ്യത്തിലുള്ള 0 എത്ര പൂജ്യങ്ങളുണ്ട് ഇവിടെ? 2 പൂജ്യങ്ങളാണുള്ളത്. സോ അവിടെ നിങ്ങൾ 2 0 ഇട്ട് കൊടുക്കുക. സോ നമുക്ക് 40 ഗുണിക്കണം 30 എന്നുള്ളത് 1200 എന്ന് ഉത്തരം കിട്ടും. നോക്കിക്കേ, നമുക്ക് എങ്ങനെ 70 ഗുണിക്കണം 70 എന്ന് എഴുതാം നോക്കാം. ആദ്യം 7 ഗുണിക്കണം 7 ഗുണിക്കണം 7 എത്രയാണ്? 49 ആണല്ലേ. ഇനി നിങ്ങൾ 10 ഗുണിക്കണം 10 എന്ന് ചെയ്യാം. 10 ഗുണിക്കണം 10 എത്രയാണ്? നമ്മൾ കണ്ടുപിടിക്കണോ? വേണ്ട. 1 ഗുണിക്കണം 1 എന്ന് ആദ്യം നോക്കുക. നമുക്ക് 1 എന്ന് ഉത്തരം കിട്ടും. നമ്മൾ അവിടെ 1 എന്ന് എഴുതുക. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് നോക്കുക. എത്ര പൂജ്യങ്ങളാണുള്ളത്? 2 പൂജ്യങ്ങളാണുള്ളത്. അതും കൂടി അവിടെ എഴുതി ചേർക്കുക. അപ്പോൾ നമ്മുടെ ഉത്തരം എന്തായി? 100 എന്നായി. ഇത് നമ്മൾ കണ്ടുപിടിക്കുന്നത് 70 ഗുണിക്കണം 70 എത്രയാണെന്നാണ്. സോ ഇവിടെ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ്? 7 ഗുണിക്കണം 7 എത്രയാണെന്ന്. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചു. 7 ഗുണിക്കണം 7 എത്രയാണ്? 49 ആണ്. സോ 49നെ നമ്മൾ അവിടെ എടുത്ത് എഴുതുക. ഇനി നമ്മുടെ ചോദ്യത്തിൽ എത്ര 0 ഉണ്ട്? എത്ര 0 ആണുള്ളത്? 2 പൂജ്യങ്ങളാണുള്ളത്. സോ നിങ്ങൾ അവിടെ 49 കഴിഞ്ഞിട്ട് 2 0 ചേർക്കുക. അപ്പോൾ നമുക്ക് 4900 എന്ന് ഉത്തരം കിട്ടും. ഇനി നമുക്കിവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളെടുത്ത് ചെയ്യാനാണ് പറഞ്ഞത്. 30 ഗുണിക്കണം 3, 60 ഗുണിക്കണം 4, 50 ഗുണിക്കണം 3 അങ്ങനെ. സോ നമുക്ക് ഈ ചോദ്യങ്ങളൊന്ന് നമുക്ക് ചെയ്ത് നോക്കാം. 30 ഗുണിക്കണം 3 എങ്ങനെ ചെയ്യാം? ആദ്യം നിങ്ങൾ 3 ഗുണിക്കണം 3 എന്ന് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 9 എന്ന് കിട്ടും. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ആകെ ഒരു 0 ഉള്ളൂ. ആ 0 അവിടെ ഇട്ട് കൊടുക്കുക. സോ നമ്മുടെ ആൻസർ 90 എന്ന് കിട്ടും. ഇനി അടുത്തത് 60 ഗുണിക്കണം 4. ആദ്യം 6 ഗുണിക്കണം 4 എന്ന് ചെയ്യുക. 6 4 24 ആണ്. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ഒരു 0 ഉള്ളൂ. അത് അവിടെ ഇടുക. സോ ആൻസർ 240. അടുത്ത ചോദ്യം 50 ഗുണിക്കണം 3. ആദ്യം 5 ഗുണിക്കണം 3 എന്ന് ചെയ്യാം. 15 എന്ന് കിട്ടും. പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ഒരു 0 ഉള്ളൂ. അത് 15ന് ശേഷം ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉത്തരം 150 എന്ന് കിട്ടും. അടുത്തത് 40 ഗുണിക്കണം 40. ആദ്യം നിങ്ങൾ 4 ഗുണിക്കണം 4 ചെയ്യുക. 16 കിട്ടും.
പിന്നെ നമ്മുടെ ചോദ്യത്തിൽ ഇവിടെ 2 പൂജ്യങ്ങളുണ്ട്. സോ നിങ്ങൾ അവിടെ 2 പൂജ്യങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഉത്തരം 1600 എന്ന് കിട്ടും. ഈ ഒരു മോഡൽ എഴുതാൻ തന്നാൽ നിങ്ങൾ എളുപ്പത്തിൽ എഴുതില്ലേ? നിങ്ങൾക്കൊരു ചോദ്യം തരാം. 50 ഗുണിക്കണം 4 എത്രയാണെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുക. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാം. നിങ്ങൾക്ക് താഴെ തന്നിട്ടുള്ള ഈ ഒരു പാറ്റേൺ കംപ്ലീറ്റ് ആക്കാനാണ്. നമുക്ക് 2 സംഖ്യയുമായി ഗുണിച്ചാൽ 24 നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. ഇവിടെ 2 എക്സാമ്പിൾസ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. 3 ഗുണിക്കണം 8 എത്രയാ? 24. 8 ഗുണിക്കണം 3 എത്രയാണ്? 24. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? 24 ഗുണിക്കണം 1 എന്ന് പറഞ്ഞാൽ 24 അല്ലേ? സോ അങ്ങനെ എഴുതാം. പിന്നെ ഇത് നേരെ തിരിച്ചിട്ടാലും 1 തന്നെയല്ലേ? അതായത് 1 ഗുണിക്കണം 24, അപ്പോഴും നമുക്ക് 24 എന്ന് കിട്ടും. ഇനി നമുക്ക് 12 ഗുണിക്കണം 2 എന്ന് എഴുതാം. നമുക്ക് 24 കിട്ടുക. ഇനി ഇതിനെ നേരെ തിരിച്ചിട്ട് എഴുതാം. അതായത് 2 ഗുണിക്കണം 12 24 നമുക്ക് കിട്ടുക. പിന്നെ നമുക്ക് 6 ഗുണിക്കണം 4 എന്ന് എഴുതാം. പിന്നെ നമുക്ക് ഇത് നേരെ തിരിച്ചിട്ട് 4 ഗുണിക്കണം 6 എന്നും എഴുതാം. അതായത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബോക്സ് കംപ്ലീറ്റ് ആക്കാനാണ്. ഇവിടെ 3 ഗുണിക്കണം 8 തന്നിട്ടുണ്ട്. അത് എത്രയാണ്? 24 ഉത്തരം. അതിനെ നമ്മൾക്ക് എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം ഡാഷ് ഗുണിക്കണം 4 എന്നാണ്. സോ നമുക്ക് 3 ഗുണിക്കണം 4 12 12 ഗുണിക്കണം 2 24. സോ നിങ്ങൾ അവിടെ 2 എഴുതുക. ഇനി 2 ഗുണിക്കണം 12 24 ഉത്തരം. 2 ഗുണിക്കണം 4 8 8 ഗുണിക്കണം 3 24. അവിടെ 3 എഴുതി കൊടുക്കുക. ഇനി 2 ഗുണിക്കണം 12 24 സമം. അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 എന്ന് അവിടെ തന്നിട്ടുണ്ട്. സോ അവിടെ നമുക്ക് 2 എഴുതാം. 2 ഗുണിക്കണം 6 12, പിന്നെ 12 ഗുണിക്കണം 2 എഴുതാം. അപ്പോൾ നമുക്ക് 24 കിട്ടും. ഇനി 4 ഗുണിക്കണം 6 24 അവിടെ 4 എന്ന് തന്നിട്ടുണ്ട്. 4 ഗുണിക്കണം 2 8, 8 ഗുണിക്കണം 3 24. നിങ്ങൾ അവിടെ 3 എഴുതുക. ഇനി 3 ഗുണിക്കണം 12 എത്രയാണെന്ന് താഴെ ചെയ്ത് നോക്കിക്കേ. 36 കിട്ടും. ആദ്യം നിങ്ങൾ അവിടെ 36 ഉത്തരം എഴുതുക. എന്നിട്ട് നമുക്ക് 36 എങ്ങനെ എഴുതാം? 3 ഗുണിക്കണം 3 9, 9 ഗുണിക്കണം 4 36. ഇനി താഴെ നിങ്ങൾക്ക് 3 ഗുണിക്കണം 12 എത്രയാണ് സമം കിട്ടുക? 36. അവിടെ ഒരു 6 എന്ന് മാത്രം തന്നിട്ടുണ്ട്. നമുക്ക് 3 ഗുണിക്കണം 2 6, 6 ഗുണിക്കണം 6 36 കിട്ടും. മക്കളെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ഇതിൻ്റെ ബാലൻസ് പോർഷൻ പാർട്ട് 3 ആയിട്ട് നമ്മൾ അപ്ലോഡ് ആക്കുന്നതാണ്. പാർട്ട് 1 നമ്മൾ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവർ കമൻറ്റിൽ ലിങ്ക് എന്ന് അയയ്ക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.